ഇന്ന് പൊന്മാൻ എന്നൊരു ചിത്രം തിയേറ്ററിൽ എത്തുകയാണ്. ഈ ചിത്രത്തിലെ താരങ്ങൾ നമുക്കൊപ്പം ചേരുന്നു. അവർ നമ്മുടെ മോർണിംഗ് ഷോയിലെ അതിഥികളാണ്. അവർ ബേസിൽ ജോസഫും ലിജോ മോളുമാണ്. ഇവർ രണ്ടുപേരും ചില്ലറ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ നേരെ തിയേറ്ററിലേക്ക് പോകുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. വെൽക്കം ബേസിൽ ആൻഡ് വെൽക്കം ലിജോ മോൾ. ഓക്കെ, ജീവിതമൊക്കെ സന്തോഷമായിട്ട് പോകുന്നുണ്ടല്ലോ? ഇപ്പുറത്ത് നിന്നല്ലോ കുറച്ചുകൂടെ. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ബേസിൽ എങ്ങനെയാ കാര്യങ്ങൾ? ഇന്നിപ്പോ തിയേറ്ററിലെത്തി എന്തെങ്കിലുമൊക്കെ കലാപം ഉണ്ടാക്കുവോ? ബേസിൽ പറയുന്നതെല്ലാം വളരെ ട്രെൻഡിങ് ആയ ഒരു കാലമാണ് ഇപ്പോൾ. എന്താണ് അതിന്റെ രഹസ്യം? നമുക്കൂടൊക്കെ അത് പറഞ്ഞു തന്നാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ട്രെൻഡ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അങ്ങനെയൊന്നുമില്ല. സിനിമ ഇന്ന് ഇറങ്ങും. പൊന്മാൻ എന്നാണ് സിനിമയുടെ പേര്. പൊന്മാൻ അല്ല, പൊന്മാൻ. പൊന്മാനാണല്ലേ? പൊന്മാൻ. പൊന്മാൻ. ഓ, അത് ശരി, മാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ലേ? നമ്മൾ ചോദിച്ചു പൊന്മാനാണെന്ന്. ഞാൻ ഇപ്പോഴായിരിക്കും മനസ്സിലായത്. പക്ഷെ കേൾക്കുമ്പോ പൊന്മാൻ, പച്ച നീല പൊന്മാൻ എന്നൊക്കെ പറയാം. പൊന്മാൻ കാശുള്ളവന്റെ കഥയാണോ? ആ, കാശില്ലാത്തവരുടെ കഥ. സിനിമയിലുള്ള എല്ലാവർക്കും കാശിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പൊന്നെന്ന് പറയുന്ന ഒരു വിഷയം പ്രശ്നമായിട്ട് വരുന്നതാണ്. നമ്മൾ സ്ത്രീധനം ഒക്കെ ഒരു പൊന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ പൊന്ന്. അപ്പൊ എല്ലാവരുടെയും ലൈഫിൽ പ്രശ്നമായിട്ട് വരുന്നത്. അപ്പൊ അത് അടിയും പിടിയും പോടെ ബഹളമൊക്കെ ആയിട്ട് അടിക്ക് നിന്ന് കൊടുക്കുന്ന നായിക നിജമോളാണോ? അടിയൊന്നും കൊടുക്കുന്നില്ല. എന്തായാലും ആ ക്യാരക്ടറിന്റെ സ്വഭാവം എന്താ? ക്യാരക്ടറിന്റെ സ്വഭാവം എന്ന് പറയാൻ പല ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടറാണ്. നമ്മൾ തമിഴിൽ ചെത്തിയ കഥാപാത്രമായിട്ടൊക്കെ വല്ല ബന്ധമുണ്ടോ? ഇല്ല, ഒരു ബന്ധമില്ല. ഇതിലിപ്പോ അഭിനയിച്ചു. നല്ല കാര്യമാണ്. ഒറ്റ പോക്ക് അല്ലേ? എവിടെ ജനിച്ച? മുണ്ടക്കയം. ഇപ്പൊ താമസിക്കുന്ന മുണ്ടക്കയം. ഇപ്പോഴും വീട് വിട്ടിട്ടില്ല? കൊച്ചി താമസമാക്കില്ല? സാധാരണ സിനിമാ താരങ്ങളെല്ലാം ശ്രദ്ധിക്കപ്പെട്ട അവിടെ കൊച്ചി താമസിക്കുന്നുണ്ട്. ബേസിൽ വയനാട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്നതാ. ഞാൻ മുണ്ടക്കയത്ത്. അപ്പൊ മുണ്ടക്കയത്തുകാരി തമിഴ്നാട്ടിലെത്തിയ എന്തുവായിരുന്ന അവസ്ഥ? പടം ഹിറ്റായിട്ട് ഓടിയില്ലേ? ഓടി. പിന്നെയും തമിഴ് പടം ചെയ്തു. റിലീസ് ആവാനുണ്ട്. അപ്പൊ ബേസിൽ പറഞ്ഞാൽ ഈ പൊന്മാന്റെ ഭയങ്കരമായിട്ട് മിസ്ലീഡ് ചെയ്യും കേട്ടോ, പൊന്മാൻ. അപ്പൊ ഈ മാന്റെ കഥ പറയും. അപ്പൊ അതിലെന്താണ് ഈ വേഷം ചെയ്യാൻ പോകുന്നത്? സാധാരണ നമ്മൾ സിനിമയിലൊരു നായിക എന്നൊക്കെ പറയുമ്പം ഒരു സൽഗുണ സമ്പന്നയായ നായിക എന്നൊന്നും പറയുന്നില്ല. അങ്ങനെയല്ല, അല്ലല്ല, ഇതിൽ കുഴപ്പക്കാരിയൊന്നും അല്ല. അത് സിനിമ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. പല ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടറാണ്. ഇതിൽ എല്ലാ ക്യാരക്ടേഴ്സും തന്നെ അങ്ങനെയാണ്. പല ഷെയ്ഡ്സ് ഉള്ളവർ അവരവരുടെ സാഹചര്യത്തിനനുസരിച്ച് അവനവന്റെ ശരി തിരഞ്ഞെടുക്കുന്ന ക്യാരക്ടേഴ്സ്. എനിക്ക് തോന്നുന്നത് ബേസിൽ ഇത് GR ഇന്ദുഗോപന്റെ ഒരു നോവലാണ് ഇതല്ലേ? 4-5 ചെറുപ്പക്കാർ അല്ലേ? ഇന്ദുഗോപൻ നല്ല എഴുത്തുകാരനാണ്, വളരെ ഷാർപ്പായിട്ട് എഴുതുന്ന ആളാണ്. എനിക്ക് വളരെ ബന്ധമുള്ള ഒരാളാണ് ഇന്ദുഗോപനും. എനിക്കൊന്ന് ഒരാളൂടെ ഉണ്ടായിരുന്നല്ലോ തിരക്കഥാകൃത്തായിട്ട്, ജസ്റ്റിൻ മാത്യു. എനിക്കൊന്ന് മിന്നൽ മുരളി എഴുതിയ ആളല്ലേ? അപ്പോൾ ഇത് മാത്രമല്ല, ഇവരെല്ലാം കൊല്ലക്കാരാണ് കംപ്ലീറ്റ്. ജസ്റ്റിൻ അല്ല, പക്ഷേ ഇന്ദുവൻ ചേട്ടനും ഇതിന്റെ ഡയറക്ടർ ജ്യോതിഷ് ശങ്കറും ഇവരൊക്കെ കൊല്ലമാണ്. ഈ ജ്യോതിഷ് ശങ്കർ നമ്മളുമായിട്ടൊരു ആത്മബന്ധമുണ്ട് കേട്ടോ. അതായത് ഫ്ലവേഴ്സ് തുടങ്ങിയ കാലത്ത്, 24 അല്ല, ഫ്ലവേഴ്സ് തുടങ്ങിയ കാലത്ത് അതിന്റെ ആദ്യ പ്രൊമോ ചെയ്തപ്പോൾ അതിന്റെ ആർട്ട് ഡയറക്ടർ ആയിരുന്നു ജ്യോതിഷ്. അപ്പൊ അങ്ങനെ ഒരു ആത്മബന്ധം. ആയി ജ്യോതിഷ് ശങ്കർ, പടം സൂപ്പർ ഹിറ്റ് ആവട്ടെ. ഓക്കെ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ പടമല്ലേ ഇത്? കലാസംവിധായകനായിരുന്നു. ഞാനൊരു കൊട്ടാരക്കരക്കാരനാണ് ബേസിലെ. അപ്പൊ കൊട്ടാരക്കരയിലും പരിസര പ്രദേശങ്ങളുള്ള ആൾക്കാരായി ഈ സിനിമയുടെ പിന്നിൽ നിൽക്കാൻ. നിർമ്മാതാവും അവിടെ നിന്നുള്ള ആളല്ലേ? അതെ. അപ്പൊ ജ്യോതിഷേട്ടൻ ഈ കുമ്പളങ്ങി നൈറ്റ്സും പ്രമേയം എന്നൊക്കെ പറയുന്ന സിനിമകളുടെ കലാസംവിധായകനായിരുന്നു. അപ്പൊ അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്നൊരു സിനിമയാണിത്. അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റിയും കൂടെ ഉണ്ട് ഈ സിനിമയ്ക്ക്. ആ കലാസംവിധായകൻ എന്നുള്ള രീതിയിലുള്ള ക്വാളിറ്റി സിനിമയിലേക്കും റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. എവിടെയായിരുന്നു ഷൂട്ടിംഗ് ഒക്കെ? കൊല്ലത്തായിരുന്നു. എല്ലായിടത്തും മൺട്രോത്തുരുത്തായിരുന്നു മെയിൻ ആയിട്ട്. പിന്നെ താന്നി. ഈ പൊന്മാനെ മൺട്രോത്തുരുത്തി കൊണ്ട് സ്ഥാപിക്കാനുള്ള പ്രാധാന്യം എന്താ കാര്യം? അല്ല, അവിടുത്തെ കൾച്ചറൊക്കെ ആയിട്ട് കുറച്ച് ബന്ധപ്പെട്ടിട്ടാണ്. ഈ കല്യാണ തലേന്ന് അവിടെ ഈ പിരിവ് നടക്കും. ഈ കല്യാണത്തിന് സ്വർണത്തിനൊക്കെ വേണ്ടിയിട്ട് പിരിവ് നടക്കും. ആൾക്കാർ വരുന്ന ആൾക്കാരൊക്കെ എന്റെ കല്യാണത്തിന് 500 എന്നാൽ ചേട്ടൻ വേറെ കല്യാണത്തിന് 600 കൊടുക്കണം. അപ്പോൾ ആ പിരിവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ നിന്നുണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങളിൽ നിന്ന് സ്വർണം ഒക്കെ, സ്ത്രീധനത്തിന് വേണ്ടി ഇടുന്ന ഈ ആഭരണങ്ങൾ എന്ന് പറയുന്ന സ്വർണ്ണം ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടിട്ട് പ്രശ്നങ്ങൾ ഇങ്ങനെ മേലോട്ട് പോകുന്നു. അവസാനം അതൊരു വേറൊരു ലിജോൾക്ക് അറിയുമെന്ന് അറിയത്തില്ല. ഈ അടുത്തിടെ ബേസിലിനെ കുറിച്ച് രഹസ്യമുണ്ട്. ആരാധികമാര് കൂടിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആവുന്നതിനുള്ള ചില കാര്യങ്ങളൊന്നാ. എന്താണ് സാറേ എന്റെ രഹസ്യം? ബേസിൽ യൂസഫിന് ചിരിയാ വരുന്നത്. അത് ഓർക്കും ഉള്ളിൽ നിന്നും ഇങ്ങനെ സന്തോഷം, ഇങ്ങനെ ബുദ്ധിമുട്ടും ആനന്ദ തുന്തലിതനാകും അല്ലേ? ഞാൻ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണല്ലേ? ഓക്കെ. ഈ ആരാധികമാരെ എണ്ണം കൂടുന്നൊന്നും വീട്ടിലിരിക്കുന്ന ആളിൽ അറിഞ്ഞിട്ടില്ലല്ലോ? അറിഞ്ഞിട്ടില്ല. അവളാണ് ഏറ്റവും വലിയ ആരാധിക. പിന്നെ എന്താ വേണം? തെറ്റിദ്ധരിപ്പിക്കാൻ എളുപ്പമാണ് അല്ലേ? ഇനിയിപ്പോ ഈ പടത്തെ കുറിച്ച്, അതായത് ഒരു പ്രേക്ഷകൻ ചോദിക്കുകയാണ്,
പിടിച്ചെടുത്ത് ചോദിക്കുക ലിജോ മോളോട് ഞാൻ എന്തിനീ പടം കാണണം എന്ന് ചോദിച്ചാൽ എന്താ മറുപടി പറയുക? ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. പ്രത്യേകിച്ച് നമ്മളിതിൽ പറയുന്ന വിഷയം പൊന്നാണ്, പൊന്നുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കോലാഹലങ്ങളാണ്. അപ്പോൾ അത് എല്ലാ പ്രായത്തിലുള്ളവർക്കും എല്ലാ വീടുകളിലുള്ളവർക്കും അച്ഛന്മാർക്കും അമ്മമാർക്ക് എല്ലാവർക്കും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം റീസെൻ്റ് ആയിട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകൾക്കൊക്കെ അവർക്കൊന്ന് ചിന്തിക്കാനും അല്ലെങ്കിൽ ചില തിരിച്ചറിവുകൾക്കൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിനിമയാണ്. ഈ അജിത് വിനായകയാണല്ലോ ഈ ചിത്രത്തിന്റെ നിർമ്മാതാവ്. എനിക്കൊന്ന് അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയല്ലല്ലോ, അദ്ദേഹം കുറച്ച് പടങ്ങൾ ചെയ്തില്ലേ? ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു? പൊതുവെ ലൊക്കേഷനൊക്കെ നല്ല സുഖകരമായിരുന്നു? നല്ല ഭക്ഷണം കിട്ടിയോ? അതൊക്കെയാണ് നമ്മൾ തിരക്കേണ്ടത്. പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നല്ലതായിരുന്നു. വേറെ അങ്ങനത്തെ ഒരു കുഴപ്പങ്ങളും ഉണ്ടായിട്ടില്ല. വേറെ കൺസ്ട്രെയിൻസോ അല്ലെങ്കിൽ നമുക്ക് ലിമിറ്റേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാം നന്നായിട്ട് തന്നെയാണ് ചെയ്തത്. ഇപ്പോൾ സിനിമയ്ക്ക് പ്രൊമോഷൻസ് എല്ലാം നന്നായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നിജോ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ സ്പെഷ്യൽ സംപ്രേഷണത്തിലെ നമുക്ക് ഏറ്റവും സഹായം നൽകിയ ഒരാളായിരുന്നു ഈ അംബാനെ എന്ന് നമ്മൾ വിളിച്ചത് കേട്ടോ. ഇലക്ഷനിൽ അത് ഹിറ്റായിരുന്നു. അപ്പോൾ ഈ ആവേശത്തിലെ അംബാൻ അതിലുണ്ട്, ഈ സിനിമയിലുണ്ടല്ലേ? അതൊരു അട്രാക്ഷൻ ആണല്ലോ. മെയിൻ ക്യാരക്ടറാണ് മരിയാനോ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ. മരിയാനോ എന്തായിരിക്കും അതിന്റെ സ്വഭാവം? ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സജിൻ ഗോപു ആയിരിക്കും. നമ്മൾ അംബാനെയൊക്കെ പ്രതീക്ഷിച്ചു പോയാൽ ആളുകൾ ഞെട്ടും. അതിൽ നിന്ന് ഭയങ്കര കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അതല്ല 24-ുമായിട്ട് ഇത് ചെറിയ ബന്ധങ്ങൾ. നമ്മുടെ ഇവിടെ വീണ എന്ന് പറയുന്ന ഒരാളുണ്ട്. വീണയുടെ ബ്രദറും ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, കിരൺ പീതാംബരൻ. കിരൺ പീതാംബരൻ. പുള്ളിക്ക് നല്ല റോളാണോ? നല്ല റോളാണ്. ഇതുകൊണ്ട് രക്ഷോട്ട് പോവോ പുള്ളി? പിന്നെ 24 കാണത്തില്ലല്ലോ. ഓക്കെ, നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. ഓക്കെ, ഇത് ഈ നമ്മൾ ഈ ട്രെയിലർ കണ്ടപ്പോഴേ എനിക്ക് തോന്നുന്നത് താങ്കൾ ചെയ്യുന്ന റോൾ ഇത്തിരി സീരിയസ് ആണെന്ന് എനിക്ക് തോന്നി. സീരിയസ് ആണോ? സീരിയസ് ആയിട്ടുള്ള, അതായത് കിട്ടുന്ന സമയത്തെല്ലാം എൻജോയ് ചെയ്യണം, അല്ലാത്ത സമയത്തെല്ലാം ഫൈറ്റ് ചെയ്യണം. അതാണ് അജേഷാണ് ക്യാരക്ടറിന്റെ പേര്. അപ്പൊ അജേഷിന്റെ ഒരു ഐഡിയോളജി അങ്ങനെയാണ്. അപ്പൊ സമയം കിട്ടുമ്പോൾ എൻജോയ് ചെയ്യും. അങ്ങനത്തെ ഒരു എൻജോയ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ സിനിമയിലെ സാഹചര്യങ്ങൾ പുള്ളീനെ സീരിയസ് ആക്കി മാറ്റുന്നു. പക്ഷെ അവസാനം വരെ എന്താ പറയാ പിടിവിടാതെ പോരാടുന്ന ഒരുത്തനാണ് അജേഷ്. അപ്പൊ അജേഷ് അങ്ങനെയാണ്. ലാസ്റ്റ് നിങ്ങൾ രണ്ടുപേരും ഹിറ്റ് ഉണ്ടാക്കിയവരാണ്. അപ്പം മാത്രമല്ല താങ്കൾ കുറച്ചധികം ഹിറ്റുകൾ ഇപ്പോൾ ഉണ്ടാക്കി അല്ലേ? അതുകൊണ്ട് വനിതകളൊക്കെ ഇങ്ങനെ തിയേറ്ററിലേക്ക് ഇരച്ചു കയറുന്ന ഒരു കാലമാണ്, ചാകര പോലെ. അപ്പോൾ ഈ സിനിമയിലെ പ്രേക്ഷകരെ കൂടുതൽ, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബ പ്രേക്ഷകരെ ആകർഷിക്കാൻ വേണ്ടി എന്താ കാത്തുവെച്ചിട്ടുള്ളത്? അല്ല, ഇത് നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീധനവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. സ്ത്രീകളുടെ ജീവിതമായിട്ട് ബന്ധമുണ്ട് അല്ലേ? സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ സിനിമ റിലേറ്റ് ചെയ്യാൻ. അങ്ങനെയാണ് ലിജോ അതിന് പറയണ്ടേ അല്ലേ? സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു അല്ലേ? അങ്ങനെ പറയട്ടെ. ഈ സ്ത്രീധനം എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ളവരോ കൊടുത്തിട്ടുള്ളവരോ വാങ്ങിച്ചിട്ടുള്ളവരോ അല്ലെങ്കിൽ അവരെ ആയിട്ട് പരിചയമുള്ളവരോ എല്ലാവരും, കേരളത്തിലുള്ള എല്ലാവരും ഒട്ടുമിക്ക എല്ലാവർക്കും അത് ഒരു ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീധനം ഒരു പ്രശ്നമാവുന്ന ഒരു പോയിന്റ് ഉണ്ട് എപ്പോൾ ആണെങ്കിലും. ചിലപ്പോൾ ഓക്കെ ആയിട്ട് പോയായിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സിനിമയാണ്. എന്ന് വെച്ചിട്ട് ഇങ്ങനെ എണീറ്റ് നിന്ന് നമ്മൾ സംസാരിക്കുകയാണ് സ്ത്രീധനം മോശമാണ് എന്നൊന്നും പറയുന്ന പോലത്തെ ഒരു സിനിമയല്ല ഇത്. സിനിമ കണ്ട് ഒരു എന്റർടൈനറായിട്ട് പാട്ടും ഡാൻസും ആക്ഷനും ഒക്കെ കൂടെയുള്ള ഒരു ചേരുവകളൊക്കെ ചേർത്തിട്ടുള്ള ഒരു സിനിമ. പക്ഷെ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമുക്ക് തോന്നും, ഇതാണ് ഈ സിനിമ സംസാരിക്കാൻ ശ്രമിക്കുന്നത്, ഇതാണ് സിനിമയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ടേക്ക് അവേ എന്ന് ആൾക്കാർക്ക് തോന്നുമായിരിക്കും. അപ്പോൾ ഇതിൽ ഒരു പ്രേക്ഷകനെങ്കിലും അങ്ങനെ ഒരു തോന്നലുണ്ടായ ഈ സിനിമ വിജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ലിജോ, ഇന്നലെ ഉറങ്ങാൻ കിടന്നില്ലേ? ഇന്നലെ ഉറങ്ങാൻ കിടന്നപ്പോ ഈ സിനിമയെ കുറിച്ച് എന്താ ആലോചിച്ചത്? കള്ളം പറയരുത്, എന്റെ മുഖത്ത് നോക്കി പറയണം, എന്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ടു. ഞങ്ങൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വിജയമുണ്ട്, അത് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോ പൊളിക്കുവോ? ഞങ്ങൾ സിനിമ കണ്ടതാണ്, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് പൊളിക്കും. അപ്പൊ തിയേറ്ററിൽ തകർക്കും. അപ്പോൾ നിങ്ങളുടെ സിനിമ വലിയ വിജയമാകട്ടെ. അപ്പം സിനിമ വിജയിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ കാണേണ്ടി വരും, കാണണം. അപ്പോൾ താങ്ക് യു. അപ്പോൾ എനിക്ക് തോന്നുന്നത് സാധാരണ കുറച്ച് നേരമായിട്ട് ഞാൻ ആ ബ്രേക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, താങ്കളുടെ ബ്രേക്ക് പറയും. അപ്പോൾ ഒരു ഇടവേളയിട്ട് താങ്കൾക്ക് നേരെ തിയേറ്ററിലോട്ടല്ലേ പോകുന്നത്? അവിടെ ചെന്ന് എന്താ പരിപാടി? പ്രേക്ഷകരെ സംഘടിപ്പിക്കുന്നുണ്ടോ? സിനിമ കാണാൻ പോവുക. അല്ല, ഇപ്പോൾ മാത്രമല്ല ബേസിലെ ഇപ്പം ഈ തിയേറ്ററിലേക്ക് ആളുകളെ വാടകയ്ക്ക് എടുത്ത് കയറ്റുന്നു എന്നൊക്കെ പറഞ്ഞ് ചില വാർത്തകൾ വരും. അങ്ങനെ പരിപാടി ഒന്നും ഇല്ലല്ലോ? അതിന്റെ ആവശ്യം അല്ലേ? ആൾക്കാർ അറിഞ്ഞ് വന്നോളൂ. എന്തായാലും ബേസിലിന് ഷേക്ക് ഹാൻഡ് കിട്ടാറുണ്ടോ? തന്നല്ലേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ബേസിൽ പ്രേക്ഷകർ ഒരു ചെറിയ മാറ്റം ആയിക്കോട്ടെ. ബേസിൽ ബ്രേക്ക് പറയും. അപ്പോൾ അടുത്തതായി ഇടവേള.